ഹലോ ഓൾ, വെൽക്കം ബാക്ക്. സോ ലാസ്റ്റ് ഫയലിംഗ് സ്റ്റാറ്റസ് ആയ QSS, ക്വാളിഫയിങ് സർവൈവിംഗ് സ്പൗസ് എന്ന് പറയുന്ന ഫയലിംഗ് സ്റ്റാറ്റസ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. QSS സ്പെഷ്യൽ ഫയലിംഗ് സ്റ്റാറ്റസ് അവൈലബിൾ ടു സർവൈവിംഗ് സ്പൗസ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹസ്ബൻഡ് ഓർ വൈഫ്. സോ ഇവിടെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് കേസ്, അതായത് കപ്പിൾസിൻ്റെ കേസായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരാൾ മരണപ്പെട്ടു എന്ന് അസ്യൂം ചെയ്യാം. ലെറ്റ്സ് സേ ഒരു ഹസ്ബൻഡും ഉണ്ട്, അതേപോലെ ഒരു വൈഫും ഉണ്ട് എന്ന് അസ്യൂം ചെയ്യാം. ഇതിൽ ഒരാൾ മരണപ്പെട്ടു. ഓക്കെ, ഇതിലൊരാൾ മരണപ്പെട്ടു. സോ ഈ സിറ്റുവേഷനിൽ ടാക്സ് ഫയലിങ്ങിൽ എന്താണ് ഡിഫറൻസ് വരുന്നതെന്നാണ് നമ്മൾ ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. സോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രത്യേക കാറ്റഗറി QSS എന്ന് പറയുന്ന ഒരു പ്രത്യേക കാറ്റഗറി വരും, അത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യും. സോ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുക, ഒരാളുടെ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫയലിംഗ് സ്റ്റാറ്റസ് ആണ് എന്ത് QSS എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താ സംഭവിക്കുന്നത്? അപ്പം ഒബ്വിയസ്ലി ഇതിനെന്തോ ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു ഓപ്ഷൻ വെക്കുന്നതും ആൾക്കാർ ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇത് MFJ, അതായത് മാരീഡ് ഫയലിംഗ് ജോയിൻലീൻ്റെ അതേ ടാക്സ് റേറ്റ് ആയിരിക്കും. അതേപോലെ അതിൻ്റെ തന്നെ ടാക്സ് ഡിഡക്ഷൻ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നിങ്ങൾക്കറിയാലോ, MFJ ആണ് ഏറ്റവും കൂടുതൽ ടാക്സ് ബെനിഫിറ്റ്സ് ഓഫർ ചെയ്യുന്ന ഫയലിംഗ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. സോ അതുമായിട്ട് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആണ് QSS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിറ്റുവേഷൻ മനസ്സിലായി. ഇനി ബേസിക്കലി ഇതിൻ്റെ ഒരു ടൈം ലൈൻ വരച്ച് കാണിച്ചു തരാം, ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നതെന്നും ഏതൊക്കെ ഇയേഴ്സിലാണ് നമുക്കിത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നും ജസ്റ്റ് ഒരു ടൈം ലൈൻ വരച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇമാജിൻ ചെയ്യാനൊരു ടൈം ലൈൻ വരയ്ക്കാണ് ഇവിടെ. ഓക്കെ, സോ ലെറ്റ്സ് സേ ഇത് 2015 ആണ്. 2015 ആണ് അസ്യൂം ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് 2016 ഉണ്ട്, 2017 ഉണ്ട്, ആൻഡ് അത് കഴിഞ്ഞ് 2018 കൂടെ ഉണ്ട് അസ്യൂം ചെയ്യാം. ഇങ്ങനെ 4 വർഷം ഞാൻ എഴുതി വെച്ചു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഇതാണ് നമ്മളെ പ്രസൻറ്റ് ഇയർ. ഈ വർഷം എന്ത് ചെയ്തു, ഹസ്ബൻഡും വൈഫും ഉള്ള സമയത്ത് ഹസ്ബൻഡും വൈഫും ഒരു കുട്ടിയും കൂടെ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഹസ്ബൻഡ് മരണപ്പെട്ടു. ലെറ്റ്സ് സേ ഹസ്ബൻഡ് മരണപ്പെട്ടു എന്ന് അസ്യൂം ചെയ്യാം. എപ്പോൾ? 2015. അപ്പോൾ ഇവിടെ ഇനി പറയാനുള്ളതാണ്, ഇൻ ദ ഇയർ ഓഫ് സ്പൗസ് ഡൈസ്, അതായത് ഒരാൾ മരണപ്പെടുന്ന ആ വർഷം, നമ്മുടെ കഥയിൽ 2015 മരണപ്പെടുന്നത്. സോ ഈ വർഷം ടാക്സ് പെയർ ക്യാൻ യൂഷ്വലി സ്റ്റിൽ ഫയൽ MFJ. സോ മാരീഡ് ഫയലിംഗ് ജോയിൻലി എന്ന് പറയുന്ന സ്റ്റാറ്റസിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഓക്കെ മനസ്സിലാക്കി. അപ്പം ഈ വർഷം മരണപ്പെട്ട വർഷം മാരീഡ് ഫയലിംഗ് ജോയിൻലി എന്ന് പറയുന്ന സ്റ്റാറ്റസ് നമ്മൾ ഓപ്റ്റ് ചെയ്ത്, ഇത് കഴിഞ്ഞ് വരുന്ന 2 വർഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞ ഓപ്ഷനായ QSS, ക്വാളിഫയിങ് സർവൈവിംഗ് സ്പൗസ് എന്ന് പറയുന്ന ഓപ്ഷൻ അവർ അവൈലബിൾ ആക്കി തരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഈ കഥയിൽ 2016 QSS, അതേപോലെ 2017 QSS നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞ് പറ്റില്ല. 2018 കഴിഞ്ഞാൽ പിന്നെ ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡോ സിംഗിളോ നമ്മളെ പഴയ സ്റ്റാറ്റസിലേക്ക് തിരിച്ചു പോകാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ മാരീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് അവിടെ ഇല്ല, ആൾ മരണപ്പെട്ടു പോയി. QSS എന്ന് പറയുന്നത് നെക്സ്റ്റ് 2 ഇയേഴ്സിലേക്കേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് 2018 കഴിഞ്ഞാൽ പിന്നെ സിംഗിൾ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്, ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടൈം ലൈൻ എന്ന് പറയുന്നത്. അത് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ടാക്സ് പെയർ ക്യാൻ ചൂസ് യൂഷ്വലി MFJ, അതായത് മരണപ്പെടുന്ന ആ വർഷം MFJ യൂസ് ചെയ്യാം. നെക്സ്റ്റ് 2 ഇയേഴ്സിലേക്ക് QSS യൂസ് ചെയ്യാം. തോന്നിയതുപോലെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സെർട്ടൈൻ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യണം. ആ റിക്വയർമെൻറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കുക, അത് കഴിഞ്ഞിട്ടുള്ള 2 വർഷം മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഓഫറാണ് എന്ത് QSS എന്ന് പറയുന്നത്. ആൻഡ് അതിനുശേഷം ആഫ്റ്റർ 2 ഇയേഴ്സ്, അതായത് ഈ പോയിന്റിന് ശേഷം 2018 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡോ അല്ലെങ്കിൽ സിംഗിൾ എന്ന് പറയുന്ന അതേഴ്സിലേക്ക് മാറിക്കണം. ഓക്കെ, സോ ഇത്ര ആണ് ഇതിൻ്റെ ടൈം ലൈൻ വരുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെർട്ടൻ ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട് എന്താവാൻ QSS എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഓരോന്നും പറയാം. ഇവിടെ റിമെയിൻ അൺമാരീഡ്, അതായത് നമ്മൾ പറഞ്ഞു സ്പൗസിൽ ഒരാൾ മരണപ്പെട്ടു, ലെറ്റ്സ് സേ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭാര്യ എന്ത് ചെയ്യണം, അൺമാരീഡ് ആയിട്ടായിരിക്കണം നിൽക്കുന്നത്. അല്ലാതെ വേറൊരാളെ മാരേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ QSS എന്ന് പറയുന്ന ഓപ്ഷൻ വരില്ല. നമ്മളെ ടൈം ലൈൻ എടുത്ത് പറയുന്നതാണെങ്കിൽ ഇവിടെ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണല്ലോ ആൾ മരണപ്പെട്ടത്. സോ 2016 2017 ആൾ വേറൊരാളെ മാരേജ് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞ് 2018 വേണമെങ്കിൽ മാരേജ് ചെയ്യാം. സോ അതുവരെ QSS എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. സോ റിമെയിൻ അൺമാരീഡ് ആയിരിക്കണം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എലിജിബിൾ ടു ഫയൽ ജോയിൻറ്റ് റിട്ടേൺ ഇൻ ദ ഇയർ ഓഫ് ഡെത്ത്. സോ ആ ഇയർ ഓഫ് ഡെത്തിൽ ഇവർ ജോയിൻറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള എലിജിബിലിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ടാവണം. അതിന് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട. ഇവർ സെപ്പറേറ്റ്ലി ചെയ്യുന്നില്ല എന്നൊന്നും സെപ്പറേറ്റ്ലിയാണ് ചെയ്യുന്നത് എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഇവർ ജോയിൻറ്റ്ലി തന്നെ ചെയ്യാനായിരുന്നു തീരുമാനിച്ചത്. അങ്ങനെയായിരുന്നു സിറ്റുവേഷൻ എങ്കിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ഡയറക്റ്റ്ലി പോയിട്ട് MFJ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും.
ആൻഡ് ലാസ്റ്റ് നമുക്കൊരു ക്വാളിഫൈങ് ചൈൽഡ് ഉണ്ടാവണം. ഈ കേസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി അധികം നമുക്ക് പഠിക്കാനുണ്ട്. നേരത്തെ നമ്മൾ ഡിപ്പെൻഡൻറ്റിൻ്റെ കേസൊക്കെയാണ് പറഞ്ഞത്. ഇവിടത്തേക്ക് വരുമ്പോൾ ഒരു ക്വാളിഫൈങ് ചൈൽഡ് ഉണ്ടാവണം. അപ്പോൾ ഈ ക്വാളിഫൈങ് ചൈൽഡിന് എന്തൊക്കെ പെടും? ഒന്നുകിൽ ചൈൽഡ്, അല്ലെങ്കിൽ അഡോപ്റ്റഡ് ചൈൽഡ്, അല്ലെങ്കിൽ സ്റ്റെപ്പ് ചൈൽഡ്. പക്ഷെ എന്ത് വരില്ല? ഫോസ്റ്റർ ചൈൽഡ് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയി. കുറേ ചൈൽഡ്, ഇതിൽ ഏതൊക്കെ ചൈൽഡാന്നുള്ള ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ നോർമൽ ചൈൽഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ പാരൻസ് ഉണ്ടായ ചൈൽഡ്, ബയോളജിക്കൽ ചൈൽഡ് എന്ന് പറയാം, ബോൺ ടു ദിയർ പാരൻസ്, അതാണ് നോർമൽ ചൈൽഡ് എന്ന് പറയുന്നത്. ഇനി അഡോപ്റ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലീഗലി പോയിട്ട് ദത്ത് എടുക്കുക എന്നൊക്കെ പറയുന്നതാണ് അഡോപ്റ്റഡ് ചൈൽഡ്, ലീഗലി അഡോപ്റ്റ് ചെയ്തതാണ്. ഇനി സ്റ്റെപ്പ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ലെറ്റ്സ് എ ആൻഡ് ബി എന്ന് പറയുന്ന ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു. അവർക്ക് സി എന്ന് പറയുന്ന ഒരു ചൈൽഡ് ഉണ്ടായിരുന്നു, അസ്യൂം ചെയ്യുക. ആൻഡ് ബി എന്ത് ചെയ്തു? മരണപ്പെട്ടു. സോ എ എന്ത് ചെയ്തു? വേറെ ഡി എന്ന് പറയുന്ന ആളെ മാരി ചെയ്തു. സോ ഇനി ഈ ഒരു ഫാമിലി എടുത്ത് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സി എന്ന് പറയുന്നത് ഡീനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റെപ്പ് ചൈൽഡാണ്. സ്വന്തം മകനല്ല, പക്ഷേ തൻ്റെ ഭാര്യേൻ്റെ മകനാണ് ആര്? ഈ സി എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ സ്റ്റെപ്പ് ചൈൽഡ് എന്ന് പറയാം. ഓക്കെ, സ്റ്റെപ്പ് ചൈൽഡ് എന്ന് പറയുന്നത് അതാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്നത് എന്ത്? ബയോളജിക്കൽ ചൈൽഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അഡോപ്റ്റഡ് ചൈൽഡ് ആയിക്കോട്ടെ, സ്റ്റെപ്പ് ചൈൽഡ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ഇതിന് മുമ്പ് കേട്ടാണ്. ഫോസ്റ്റർ ചൈൽഡ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമുക്ക് ഇതിന് മുമ്പ് അറിയാത്തത്. സോ എന്താ ഈ ഫോസ്റ്റർ ചൈൽഡ് എന്ന് പറഞ്ഞെങ്കിൽ? ഫോസ്റ്റർ ചൈൽഡ് എന്ന് വെച്ചാൽ ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റ് ഏജൻസീസ് ഒരു സർട്ടൻ കപ്പിൾസിൻ്റെ മേലാക്കി കൊടുക്കുന്ന ചൈൽഡിനെയാണ് നമ്മൾ ഫോസ്റ്റർ ചൈൽഡ് എന്ന് പറയാം. അതിനുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില കപ്പിൾസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, തൻ്റെ മക്കളുടെ ചിലവോ കാര്യങ്ങളോ ഓൺ ടൈം നോക്കാൻ പറ്റണം എന്നില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് സ്റ്റുഡൻസിന് വേണ്ട, അല്ലെങ്കിൽ ചൈൽഡിന് വേണ്ടത്ര ഹെൽപ്പോ കാര്യങ്ങളോ കിട്ടാതാവുമ്പോൾ ഇനി അവരുടെ കൂടെ നിർത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഹെൽപ്പ് സീക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ലെറ്റ്സ് ഇങ്ങനൊരു കപ്പിൾ ഉണ്ടെന്ന് കൂട്ടിക്കോ. ഇവർക്കൊരു കുട്ടി ഉണ്ടായിരുന്നു, ലെറ്റ്സ് സി എന്ന് പറയുന്നൊരു കുട്ടി. സോ ഈ സി ഇനിയും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ വേണ്ടത്ര ഫുഡോ കാര്യങ്ങളൊന്നും കിട്ടില്ല, അവർ എഡ്യൂക്കേഷൻ പ്രോപ്പർ ആവുന്നില്ല, അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് കോടതി ഇടപെടും. ഓക്കെ, കോർട്ട് ഇടപെട്ടിട്ട് എന്ത് ചെയ്യും? ഈ സീനെ എടുത്തിട്ട് വേറൊരു ഫിനാൻഷ്യലി സൗണ്ടിങ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല എബിലിറ്റി ഉള്ള വേറൊരു പാരൻസിലേക്ക് ആക്കി കൊടുക്കും. ആൻഡ് ഇതൊരു ടെമ്പററി സെറ്റപ്പാണ്. ലെറ്റ്സ് ഇവിടെ GF എന്ന് പറയുന്ന വേറൊരു കപ്പിൾസ് ഉണ്ടെന്ന് കൂട്ടിക്കോ, ഇവരിലേക്ക് ആക്കി കൊടുക്കും. ആൻഡ് ഇവരായിരിക്കും നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സിലേക്ക് ഇവരുടെ ചിലവും കാര്യങ്ങളൊക്കെ നോക്കി വളർത്തുന്നത്. ആൻഡ് ആഫ്റ്റർ സെർട്ടൈൻ പോയിന്റ് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഇവർ അഡോപ്റ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് അവരുടെ ബയോളജിക്കൽ പാരൻസിലേക്ക് തിരിച്ചു കൊടുക്കും. ഇതാണ് ഫോസ്റ്റർ ചൈൽഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി ടാക്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഈ ഫോസ്റ്റർ ചൈൽഡ് നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല? QSS എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോസ്റ്റർ ചൈൽഡിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഏതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ബയോളജിക്കൽ ചൈൽഡ് ആവണം, അല്ലെങ്കിൽ അഡോപ്റ്റഡ് ചൈൽഡ് ആവണം, അല്ലെങ്കിൽ സ്റ്റെപ്പ് ചൈൽഡ് ആവണം. ഫോസ്റ്റർ ചൈൽഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് പോയിന്റ്. സോ ബാക്ക് ടു അവർ ടോപ്പിക്. നമ്മൾ പറഞ്ഞു ക്രൈറ്റീരിയാസ് ആയിരുന്നു പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. QSS ആയിട്ട് ഒന്ന് അൺമാരീഡ് ആയിരിക്കണം, രണ്ട് എലിജിബിൾ ടു ഫയൽ ജോയിൻറ്റ് റിട്ടേൺ ആഫ്റ്റർ ഡെത്ത്, അതായത് ആ ഡെത്തിന് ശേഷം ജോയിൻറ്റ് റിട്ടേണിന് ഫയൽ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവണം, യൂഷ്വൽ കേസിൽ ഉണ്ടാവും. ആൻഡ് നെക്സ്റ്റ് ക്വാളിഫയിങ് ചൈൽഡ് വേണം. ആ ക്വാളിഫയിങ് ചൈൽഡിൽ ഫോസ്റ്റർ ചൈൽഡ് വരാൻ പാടില്ല എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് പറയാനുള്ളത് സ്ഥിരം പറയുന്ന പോയിൻ്റാണ്, എന്ത്? പേ മോർ ദാൻ ഹാഫ് ഓഫ് ദ കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിനിങ് ഹോം. സോ വീട്ടിലത്തെ ചിലവിൻ്റെ ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡിൻ്റെ തൊട്ട് മുമ്പേ പറഞ്ഞില്ലായിരുന്നു, വീട്ടിൽ ഇത്ര ചിലവൊക്കെ വരും, അതിൻ്റെ 50% മേലെ കൊടുക്കണം. അത് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്, ഇവിടെ QSSലും. ഓക്കെ, സോ ഇത്രയും പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ടൈം ലൈനാണ് ഇവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്താണ് ടൈം ലൈന്? നമ്മൾ ഇയർ ഓഫ് സ്പൗസ് ഡേ, എപ്പോഴാണോ മരിക്കുന്നത് ആ വർഷം നമ്മൾ മാരീഡ് ഫയലിംഗ് ജോയിൻലി അല്ലെങ്കിൽ മാരീഡ് ഫയലിംഗ് സെപ്പറേറ്റ്ലി സ്റ്റാറ്റസ് ആണ് യൂഷ്വലി ചൂസ് ചെയ്യുക. ഇനി ഫസ്റ്റ് ഇയർ ആഫ്റ്റർ ഡെത്ത്, ഡെത്തിന് ശേഷമുള്ള ഫസ്റ്റ് ഇയറിൽ നമുക്ക് QSS, സെക്കൻഡ് ഇയറിലും QSS ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് തേർഡ് ഇയറിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ QSS എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവില്ല. നമ്മൾ ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡോ സിംഗിൾ എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതാണ് ആ ടൈം ലൈൻ വരുന്നത്. സോ ഇതെന്താണ്, എങ്ങനെയാണ്, ഇതിൻ്റെ ടൈം ലൈൻ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സും അതേപോലെ ലിമിറ്റേഷൻസ് ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. സോ കുറച്ച് ബ്രീഫായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഓരോന്നും നോക്കിക്കോ. സെയിം ടാക്സ് ബെനിഫിറ്റ്സ് ആസ് MFJ എന്ന് പറയുന്നത് മാരീഡ് ഫയലിംഗ് ജോയിൻലി ആണ് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ടാക്സ് ബെനിഫിറ്റ്സ് തരുന്ന സ്റ്റാറ്റസ്. അതുപോലെ തന്നെ സ്റ്റാറ്റസ് എവിടെയും കിട്ടും, QSS ഓപ്റ്റ് ചെയ്താലും കിട്ടും. സോ അതാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. രണ്ട്, ലോവർ ടാക്സ് റേറ്റ്സ്, ഹയർ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ആ കാര്യങ്ങളൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ആഫ്റ്റർ MFJ QSS എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലിമിറ്റേഷൻസ്. ഇതിൻ്റെ പ്രശ്നം നിങ്ങൾ തന്നെ ഇതൊന്നും വായിക്കാതെ തന്നെ ചിന്തിച്ചു നോക്കി. ഇത്രയും നേരം പറഞ്ഞതിൽ മെയിൻ പ്രശ്നം എന്താ? ഇത് ജസ്റ്റ് 2 വർഷത്തേക്കേ കിട്ടുള്ളൂ. ഇത് മരണത്തിന് ശേഷമുള്ള 2 വർഷത്തേക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക തരം സ്റ്റാറ്റസ് ആണ് ഇത് QSS എന്ന് പറയുന്നത്. അവൈലബിൾ ഓൺലി ഫോർ 2 years. ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ആൻഡ് മസ്റ്റ് റിമെയിൻ അൺമാരീഡ്.
ആ മരണത്തിന് ശേഷം നെക്സ്റ്റ് 2 ഇയേഴ്സിലേക്ക് മാരി ചെയ്യാനേ സാധിക്കില്ല. മാരി ചെയ്ത് കഴിഞ്ഞാൽ QSS പോകും. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അൺമാരീഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളത്. റിക്വയർസ് എ ക്വാളിഫയിങ് ചൈൽഡ്. ഇതൊരു ഇൻഡിവിജ്വലിന് കിട്ടുമോ? ഇല്ല, ഇൻഡിവിജ്വലിൻ്റെ കൂടെ ഒരു ക്വാളിഫയിങ് ചൈൽഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഫോസ്റ്റർ ചൈൽഡ് ഒരു ഓപ്ഷനും അല്ല. ഫോസ്റ്റർ ചൈൽഡിനെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് കുറച്ച് വീഡിയോസ് ആയിട്ട് നമ്മൾ ഫയലിംഗ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 സ്റ്റാറ്റസസ് ഉണ്ട്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ഈ 5 സ്റ്റാറ്റസസ് ഏതൊക്കെയാണ്, ഇതിന് ഓരോന്നിൻ്റെ ലിമിറ്റേഷൻസും ബെനിഫിറ്റ്സും എപ്പോഴാണ് ആവുന്നത്, എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഏതാണ് ബെസ്റ്റ് എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഇനി ഈ QSSനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ എക്സാമ്പിളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇവിടെ 4 എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത്, വിൻസ് ഡൈസ് ഇൻ 2025, ഡി റീമാരീസ് ഇൻ ദ സെയിം ഇയർ. ഇയാൾക്ക് QSS കൊടുക്കാൻ പറ്റുമോ? അതായത് ഒരു സ്പൗസ് മരിച്ചു, മറ്റൊരു സ്പൗസ് റീമാരി ചെയ്തു. അപ്പോൾ നമുക്ക് കനോട്ട് യൂസ് QSS വിത്ത് ഡിസീസ് സ്പൗസ്. അപ്പം എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല? ഇയാൾ റീമാരി ചെയ്തു, കാരണം അൺമാരീഡ് ആയിട്ട് റിമെയിൻ ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മുടെ ക്രൈറ്റീരിയ. ഇയാൾ റീമാരി ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ആ റീസൺ കൊണ്ട് നമുക്ക് QSS കൊടുക്കാൻ പറ്റില്ല. എക്സാമ്പിൾ നമ്പർ 1. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. റോസി ഡൈസ് ഇൻ 2025. സാംസൺ റിമെയിൻസ് അൺമാരീഡ്. ഓക്കെ, അൺമാരീഡ് ആയിട്ട് റിമെയിൻ ചെയ്തു. ഹാസ് എ ഡിപ്പെൻഡൻറ്റ് ഡോട്ടർ. ഒരു ഡിപ്പെൻഡൻറ്റ് ഡോട്ടർ ഉണ്ട് എന്നാണ് പറയുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് QSS സ്റ്റാറ്റസ് കൊടുക്കാൻ പറ്റും. ഇപ്പം 2025 മാരീഡ് ഫയലിംഗ് ജോയിൻറ്റിലോ അല്ലെങ്കിൽ സെപ്പറേറ്റ്ലിയോ ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് 26-ലും 27-ലും നമുക്ക് QSS എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് 2028 എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് സിംഗിൾ എന്ന് പറയുന്ന റീസെൻറ്റ് സ്റ്റാറ്റസിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതായിട്ട്. ഇനി എക്സാമ്പിൾ നമ്പർ 3 നോക്കാം. എക്സാമ്പിൾ നമ്പർ 3 പറയുന്നത്, പാട്രിക് ഡൈസ് ഇൻ 2025. പാട്രിക് മരണപ്പെട്ടു. ജാനറ്റ് ഹാസ് ഓൺലി ഫോസ്റ്റർ ചൈൽഡ് റമോണ. സോ ഫോസ്റ്റർ ചൈൽഡ് ഇവിടെ അലൗഡ് ആണോ? ഫോസ്റ്റർ ചൈൽഡ് എന്നുള്ള പേര് കണ്ടാൽ തന്നെ നമുക്കറിയാം അലൗഡ് അല്ല. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കനോട്ട് യൂസ് QSS. ജാനറ്റിന് QSS സ്റ്റാറ്റസ് കൊടുക്കാൻ പറ്റില്ല ബിക്കോസ് ഓഫ് എന്താണ്, ഫോസ്റ്റർ ചൈൽഡ് ക്വാളിഫയിങ് ചൈൽഡായിട്ട് QSS സ്റ്റാറ്റസിന് അലൗഡ് അല്ല എന്നുള്ളത് കൊണ്ട്. ഓക്കെ, സോ ലാസ്റ്റ് എക്സാമ്പിളിലേക്ക് പോവാം. സ്കോട്ട് ഡൈസ് ഇൻ 2025. എൻ സപ്പോർട്ടഡ് ടോബി. അതായത് സ്കോട്ടിൻ്റെ സൺ ആൻഡ് സ്റ്റെപ്പ് ചൈൽഡിനെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് സിറ്റുവേഷൻ. ഓക്കെ, ഇനി ടോബി ക്വാളിഫൈസ് ആസ് എ ക്വാളിഫയിങ് ചൈൽഡ്. കാരണം സ്കോട്ടിൻ്റെ സ്റ്റെപ്പ് ചൈൽഡ് ആണെങ്കിൽ കൂടെ ഒരു ക്വാളിഫയിങ് ചൈൽഡായിട്ട് എന്നിനെ അത് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും സ്റ്റാറ്റസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിന് എന്ത് ചെയ്യാൻ പറ്റും, QSS സ്റ്റാറ്റസ് അവൈലബിൾ ആവും. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെ, സ്റ്റെപ്പ് ചൈൽഡ് ക്വാളിഫൈസ് ഫോർ QSS. QSS സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് നോർമൽ ചൈൽഡ്, സ്റ്റെപ്പ് ചൈൽഡ്, അഡോപ്റ്റഡ് ചൈൽഡ്, ഈ 3 ഓപ്ഷനെ പറ്റും. ഏതേ പറ്റാത്തുള്ളൂ? ഫോസ്റ്റർ ചൈൽഡ് എന്ന് പറയുന്നത് മാത്രമേ നമ്മൾ തൊട്ട് മുമ്പത്തെ ഓപ്ഷൻ കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു, സാധിക്കാത്തത്. സോ ഇത്രയും ആവുന്നത് കൊണ്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പം ഈ 4 എക്സാമ്പിൾസിലും കൂടെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഓരോ കാര്യങ്ങളും ഓരോ സിറ്റുവേഷനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മൂവ് ഓൺ ചെയ്യാം. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.